മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഏറെ ആശ്വാസം പകരുന്നതാണ് പാമോലിൻ കേസിൽ ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവ്. ഉമ്മൻചാണ്ടിയെ കേസിൽ കുറ്റവിമുക്തനാക്കിയ തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ, അൽഫോൺസ് കണ്ണന്താനം എന്നിവർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. വിജിലൻസ് കോടതിയുടെ ഉത്തരവിൽ അപാകതയില്ലെന്ന് സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടു. വിചാരണ കോടതിക്ക് നിലവിലുള്ള കുറ്റപത്രത്തിലെ വിചാരണയുമായി മുന്നോട്ടു പോകാം. കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ തെളിവില്ല. നേരത്തെ 2 തവണ ഇത് കണ്ടെത്തിയിട്ടുള്ളതാണ്. അന്നൊന്നും ആരും കോടതിയെ സമീപിച്ചിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം ഇക്കാര്യത്തിൽ കോടതിയെ സമീപിച്ചത് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാനാണെന്ന് കോടതി സംശയിക്കുന്നു. ഇത്തരത്തിൽ ഹർജി നൽകുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രത്യേക പരിഗണനയൊന്നും ലഭിക്കേണ്ടതില്ലെന്നും ജസ്റ്റിസ് എസ് സതീഷ് ചന്ദൻ ചൂണ്ടിക്കാട്ടി. ഉമ്മൻചാണ്ടി പ്രതിയാണെന്ന് വരുത്തിത്തീർത്ത് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഹർജിയെന്നും കേസ് വലിച്ചു നീട്ടാനുള്ള ശ്രമമാണ് എന്നുമുള്ള അഡ്വക്കേറ്റ് ജനറലിന്റെ വാദവും വിധിന്യായത്തിനൊപ്പം ചേർത്തിട്ടുണ്ട്. വിജിലൻസ് കോടതി കേസ് പരിഗണിച്ചപ്പോൾ തന്റെ വാദം കേട്ടില്ലെന്നും ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള തെളിവുകൾ കൃത്യമായി വിലയിരുത്തിയില്ല എന്നുമായിരുന്നു വി.എസ്. അച്യുതാനന്ദന്റെ തടസ്സവാദം. ഇത് തള്ളിക്കൊണ്ടാണ് വിജിലൻസ് കോടതി ഉത്തരവിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കേസ് തള്ളിയ സാഹചര്യത്തിൽ വി.എസ്. അച്യുതാനന്ദന് ഇനി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകാനുള്ള അവസരമുണ്ട്. മീഡിയ 1 കൊച്ചി.